ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും മേൽ നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരങ്ങൾ നാം നിർവഹിക്കുമ്പോൾ പാലിക്കേണ്ട നിസ്കാരത്തിൻ്റെ നിബന്ധനകളും നിസ്കാരത്തിലെ ഒഴിവാക്കാൻ പറ്റാത്ത അതിൻ്റെ റുക്നുകളും, അതുപോലെ തന്നെ നിസ്കാരത്തിലെ നിർബന്ധ കാര്യങ്ങളും, അങ്ങനെ തുടങ്ങി ഓരോ മുസ്ലിമും പ്രായഭേദമന്യേ പഠിച്ചിരിക്കൽ നിർബന്ധമായ വിഷയമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠനം ആരംഭിക്കുന്നത്. ഈ വിഷയം പഠിക്കാൻ നമ്മൾ അവലംബിക്കുന്ന ചെറിയ ഒരു കിതാബുണ്ട്. ആ കിതാബിൻ്റെ പേര് ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ, അഥവാ നിസ്കാരത്തിൻ്റെ ഷർത്തുകളും നിസ്കാരത്തിൻ്റെ റുക്നുകളും നിസ്കാരത്തിലെ നിർബന്ധ കാര്യങ്ങളും. ഈ കിതാബ് എഴുതിയിട്ടുള്ളത് മഹാനായ അശ്ശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. അദ്ദേഹം വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഏറെ പ്രസിദ്ധനാണ് അദ്ദേഹം. ഹിജ്റ 1115 സൗദി അറേബ്യയിലെ റിയാദ് പ്രദേശത്ത് ഉഅയ്ന എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഹിജ്റ 1206 അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. ഇസ്ലാമിക ലോകത്ത് വളരെയേറെ വൈജ്ഞാനികമായി വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. എത്രത്തോളം എന്നാൽ നമ്മളിന്ന് കാണുന്ന സൗദി അറേബ്യ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിൻ്റെ സമയത്ത് ഈ ഉമ്മത്തിന് വിട്ടേച്ചു പോയ അവസ്ഥയിൽ നിന്ന് പിൽക്കാലത്ത് ഷിർക്കിൻ്റെ, ബിദ്അത്തിൻ്റെ ആളുകൾ കടന്നു കയറുകയും അവിടെ പഴയ ജാഹിലിയത്തിൻ്റെ സംസ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജാഹിലിയ സംസ്കാരങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഈ ഉമ്മത്തിനെ വിട്ടേച്ചു പോയത്, എങ്ങനെയാണോ ആ നാട് ഉണ്ടായിരുന്നത്, അതിലേക്ക് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അഖീദയിലേക്ക്, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ തനതായ ആശയ ആദർശത്തിലേക്ക്
സുന്നത്ത് ജമാഅത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ഖുർആനും സുന്നത്തും ഈ ഉമ്മത്തിലെ നല്ലവരായ മുൻഗാമികളുടെ ചര്യയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രബോധനം ചെയ്യുകയുണ്ടായി. അദ്ദേഹം ഒരുപാട് നാളത്തെ പ്രയത്നത്തിന് ശേഷം തൗഹീദും സുന്നത്തും ആ നാട്ടിൽ അതുപോലെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അല്ല ലോകത്തിൻ്റെ നാനാ ദിക്കിലേക്കും വ്യാപിപ്പിക്കുകയുണ്ടായി. ആ വിഷയത്തിൽ പ്രത്യേകിച്ച് വിശ്വാസ കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ഓരോ മുസ്ലിമും പഠിച്ചിരിക്കൽ നിർബന്ധമായ ചെറിയ ചെറിയ ധാരാളം കിതാബുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ നാട്ടിൽ പ്രത്യേകം പ്രസിദ്ധനാണ് എന്ന് തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞു. അതെന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് വഹാബിസം എന്നു പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. അദ്ദേഹം പുതിയ മദ്ഹബ് കൊണ്ടുവന്നു. അദ്ദേഹം ഈ ദീനിലെ പല കാര്യങ്ങളും വെട്ടിച്ചുരുക്കി. അങ്ങനെയുള്ള ഒരുപാട് ദുരാരോപണങ്ങൾക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ കിതാബും അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ കിതാബുകളും വായിച്ചു നോക്കിയാൽ അദ്ദേഹം പുതിയ ഒരു മദ്ഹബ് കൊണ്ടുവന്നു എന്ന് സത്യസന്ധനായ ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലെങ്കിൽ ഇന്ന സഹാബി പറഞ്ഞു, അതല്ലെങ്കിൽ ഇന്ന ഇമാമ് പറഞ്ഞു, ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അദ്ദേഹത്തിൻ്റെ വാക്കുകളോ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആമുഖമായി ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഏതൊരു കിതാബ് പഠിക്കുമ്പോഴും ആ കിതാബ് രചിച്ച വ്യക്തിയെക്കുറിച്ച് ഒരൽപ്പം അറിഞ്ഞിരിക്കുക എന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നു മാത്രം. പറഞ്ഞു വന്നത് ഷെയ്ഖ് റഹിമഹുല്ല അഥവാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല, അദ്ദേഹം വളരെ മനോഹരമായി ചുരുങ്ങിയ രൂപത്തിൽ ആശയ സമ്പുഷ്ടമായിട്ടാണ് ഈ കിതാബ് രചിച്ചിട്ടുള്ളത്. ഏതൊരു വ്യക്തിക്കും പഠിക്കാനും വായിക്കാനും സാധിക്കുന്ന രൂപത്തിലാണ് അതിലെ വാക്കുകൾ. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ പലതും നമ്മുടെ ചെറിയ പ്രായത്തിൽ മദ്രസകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ പിൽക്കാലത്ത് നമ്മൾ മറന്നുപോയിട്ടുമുണ്ടാകും. അതല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നിസ്കാരം എന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ, അതല്ലെങ്കിൽ അറിവില്ലായ്മ ഇൻഷാ അല്ലാഹ് ഈ കിതാബ് വായിച്ച് പൂർത്തീകരിക്കലോടുകൂടി ദൂരീകരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ നമുക്കറിയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി അവൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ഉൾക്കൊള്ളലാണ്. അതിനാണ് അള്ളാഹു ഓരോരുത്തരെയും പടച്ചിട്ടുള്ളത്. ആദ്യത്തെ നിർബന്ധ ബാധ്യത അതാണ്. തൗഹീദ്, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കലും അത് ജീവിതത്തിൽ യാഥാർത്ഥ്യവൽക്കരിക്കലുമാണ്. അഥവാ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അത് പ്രാർത്ഥനയാവട്ടെ, ഭരമേൽപ്പിക്കലാവട്ടെ, നേർച്ചയാവട്ടെ, അങ്ങനെ ഏത് കാര്യവും അത്
ഏകനായ സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അവകാശമുള്ളൂ. അവന് മാത്രമേ അത് സമർപ്പിക്കാൻ പാടുള്ളൂ. അതാണ് ഓരോ മനുഷ്യൻ്റെ മേലും ഒന്നാമതായി നിർബന്ധമായിട്ടുള്ളത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയതാണ് 5 നേരത്തെ നിസ്കാരങ്ങൾ. രാപ്പകലുകളിൽ 5 നേരത്തെ നിസ്കാരങ്ങൾ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ നിർബന്ധമായ ഒരു ഇബാദത്ത് ഒരു ദിവസം ആവർത്തിച്ചു വരിക എന്നത് നിസ്കാരമല്ലാതെ മറ്റൊന്നുമില്ല. വേറെ ഏതെങ്കിലും ഉണ്ടോ? പരിശോധിച്ച് നോക്കൂ. നിർബന്ധമായ ഒരു ഇബാദത്ത് ആവർത്തിച്ച് വരിക എന്നത് നിസ്കാരം മാത്രമേ ഉള്ളൂ. അതിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അതുപോലെ നിസ്കാരത്തിൻ്റെ പ്രത്യേകത, ശ്രേഷ്ഠത എന്തുമാത്രം വലുതാണ് എന്നറിയിക്കുന്ന കാര്യമാണ് മറ്റുള്ള മതനിയമങ്ങളും നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളും 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു വഹിയായി താഴേക്കിറക്കലാണ്. എന്നാൽ നിസ്കാരത്തിൻ്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുകളിലേക്ക്, അങ്ങോട്ടേക്ക്, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തി. ഇസ്രാ മിഅ്റാജിൻ്റെ സന്ദർഭത്തിലാണ് അത് നൽകുന്നത്, നിർബന്ധമായി നിശ്ചയിക്കുന്നത്. 50 വക്തായിരുന്നു ആദ്യം അള്ളാഹു നിർബന്ധമാക്കിയത്. 50 നേരങ്ങളിൽ. അത് പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇടപെടൽ കാരണത്താൽ, നമുക്കറിയാം, സുദീർഘമായ ഹദീസ് ആ വിഷയത്തിൽ കാണാം. അള്ളാഹു തആല പഴയകാലത്തെ നബിമാരെ ജീവിപ്പിച്ച് കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ ആകാശങ്ങൾക്കിടയിൽ വെച്ചും അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ സംസാരിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. 50 വക്ത് നിസ്കാരവുമായി വരുമ്പോൾ മൂസാ നബി പറഞ്ഞു, ഇത് താങ്കളുടെ സമുദായത്തിന് സാധിക്കുകയില്ല, തിരിച്ചുപോയി കുറച്ചു തരാൻ പറയൂ. അങ്ങനെ അവിടുന്ന് പോയി, പിന്നെയും വന്നു, പിന്നെയും പോയി, പിന്നെയും വന്നു. അവസാനം 5-ലെത്തിയപ്പോൾ പിന്നെയും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതും സാധിക്കുകയില്ല, തിരിച്ചു പോയിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി പോകാൻ ഞാൻ ലജ്ജിക്കുന്നു. പക്ഷേ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ 5 വഖ്തിന് 50 വഖ്തിൻ്റെ പ്രതിഫലം നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ കാര്യം നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ദീനിൻ്റെ തൂണാണ് നിസ്കാരം. നമ്മുടെ ദീൻ നിലനിൽക്കുന്നത് 5 കാര്യങ്ങൾക്ക് മീതെയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ പ്രത്യേകമായി നിസ്കാരം ഇസ്ലാമിൻ്റെ തൂണാണ് എന്ന് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിസ്കാരം നന്നായാലാണ് ഒരാളുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ നന്നാവുക. ഒരാളുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥക്കനുസരിച്ചാണ് മറ്റുള്ള കാര്യങ്ങൾ. മാത്രമല്ല, ഒരാൾ നിസ്കാരത്തിന് എത്ര പ്രാധാന്യം നൽകുന്നു എന്നതിനനുസരിച്ചാണ് അയാൾ ദീനിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് എത്ര പ്രാധാന്യം നൽകും എന്ന് വിലയിരുത്തപ്പെടുക. നിസ്കാരം എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അളവുകോലാണ്. ഒരാൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്നു, സൂക്ഷ്മത പുലർത്തുന്നു എങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അയാൾ ബാക്കിയുള്ള ദീനിൻ്റെ വിഷയങ്ങളിൽ സൂക്ഷ്മത പാലിക്കും. നേരെ തിരിച്ചാണെങ്കിൽ ബാക്കിയുള്ളത് അതിനേക്കാൾ അയാൾ പാഴാക്കിക്കളയും എന്ന് നമുക്ക് കാണാം. അതുപോലെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വഅഖീമു സ്വലാത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഫിളൂ, നിങ്ങൾ മുറ പോലെ നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ നിസ്കാരം ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ ഗുരുതരമായ താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഒരു മുസ്ലിമിനെയും ഒരു കാഫിറിനെയും വേർതിരിക്കപ്പെടുക നിസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടുന്ന് പറഞ്ഞു, അൽ അഹദുല്ലദി ബൈനനാ വബൈനഹും അസ്സലാ, നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാകുന്നു. ഫമൻ തറകഹാ ഫഖദ് കഫറ, ആരാണോ നിസ്കാരം ഉപേക്ഷിക്കുന്നത് അവൻ കാഫിറായിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ബൈനർ റജുലി വബൈനൽ കുഫ്രി വശിർകി തർക്കുസ്സലാ, ഒരു മനുഷ്യൻ്റെയും ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കലാണ്. സഹാബത്ത് നിസ്കാരം ഉപേക്ഷിക്കുന്നത് കുഫ്റായി കണ്ടിരുന്നു, സത്യനിഷേധമായി കണ്ടിരുന്നു എന്ന് നമുക്ക് കാണാം. സഹാബത്ത് വളരെ ഗൗരവത്തിലാണ് നിസ്കാരത്തിൻ്റെ കാര്യം കണ്ടിരുന്നത് എന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ 2 ക്ലാസ്സുകളിലായി നമ്മൾ ഇതേ മജ്ലിസിൽ വെച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ നിസ്കാരം, ഈ പറഞ്ഞ ശ്രേഷ്ഠതകളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള നിസ്കാരം നാം നിർവഹിക്കേണ്ടത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെയാണ്. അവിടുന്ന് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചു എന്ന് നേർക്ക് നേരെ കാണാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അത് കണ്ട നമ്മുടെ നേതാക്കന്മാർ സഹാബത്ത് റളിയല്ലാഹു അൻഹും ഓരോന്നും ഒപ്പിയെടുത്ത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അത് ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് വായിക്കാം. അതുകൊണ്ട് തന്നെ അത് പഠിച്ചു മനസ്സിലാക്കി അതിലൊരു പ്രശ്നങ്ങളുമില്ലാതെ ന്യൂനതകളൊന്നും ഇല്ലാതെ പരമാവധി ശ്രദ്ധിച്ച് നിസ്കരിക്കേണ്ടതാണ് ഞാനും നിങ്ങളും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനെങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. ഒരിക്കൽ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരാളെ കാണുകയാണ്. ഒരാൾ നിസ്കരിക്കുന്നു, പക്ഷേ ആ നിസ്കാരത്തിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. നിസ്കാരത്തിലെ റുകൂഉം സുജൂദും അതൊന്നും ശരിയാവുന്നില്ല, കുറവുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് ഒരാൾ നിസ്കരിക്കുമ്പോൾ. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിസ്കരിച്ച് പൂർത്തിയാവുന്നത് വരെ കാത്തിരുന്നു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയെ വിളിച്ചു, യാ ഹാദാ മുൻദു കം വഅൻത തുസല്ലി ഹാദിഹി സ്വലാത്ത, എത്ര കാലമായി നീ ഇപ്പോൾ നിസ്കരിച്ച രൂപത്തിലുള്ള നിസ്കാരം നിർവഹിക്കുന്നു, ഇതുപോലെ നീ എത്ര കാലമായി നിസ്കരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, മുൻദു 40 സന, കഴിഞ്ഞ 40 വർഷങ്ങളായി ഞാൻ ഇങ്ങനെ തന്നെയാണ് നിസ്കരിക്കൽ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ നാം കുത്തിവെക്കണം. എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരെ, നിസ്കരിക്കുന്നുണ്ടല്ലോ അതെന്നെ വലിയ കാര്യമല്ലേ എന്ന് പല ആളുകളും പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, മുൻദു 40 സനതൻ മാ സല്ലൈത, കഴിഞ്ഞ 40 വർഷങ്ങളായി നീ ഇങ്ങനെ നിസ്കരിക്കുന്നു എന്നാണല്ലോ, കഴിഞ്ഞ 40 വർഷങ്ങളായി നീ നിസ്കരിച്ചിട്ടില്ല. കഴിഞ്ഞ 40 വർഷങ്ങളായി നീ നിസ്കരിച്ചിട്ടില്ല. വലൗ മിത്ത അലാ ഹാദാ മിത്ത അലാ ഗൈരിൽ ഫിത്രത്തില്ലതി ബുഇസ ബിഹാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതേ നിസ്കാരവുമായി നീ മരിച്ചു പോവുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ആദർശമായി കൊണ്ടാണോ നിയോഗിക്കപ്പെട്ടത് അതിന് വിരുദ്ധമായ അവസ്ഥയിലായിരിക്കും നീ മരിച്ചു പോവുക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ മതി, നീ നിസ്കരിക്കുന്നതന്നെ വലിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് പുറത്ത് തട്ടിയിട്ട് വിട്ടതല്ല. പിന്നെയോ ഇത്രയും കാലം നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇത്രയും കാലം നിസ്കാരം ശരിയായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ നിസ്കാരവുമായി മരിക്കുകയാണെങ്കിൽ യഥാർത്ഥ
പാതയിൽ നിന്നും നീ തെറ്റിയവനായിക്കൊണ്ടാണ് മരിക്കുക എന്നാണ്. എത്ര ഗൗരവത്തിലാണ് സഹാബത്ത് ഈ കാര്യം കണ്ടതെന്ന് നോക്കൂ നിങ്ങൾ. റുകൂഉം സുജൂദും തോന്നിയതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട്. കുറ്റം പറയാനല്ല ഈ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും പറയുന്ന, ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കാരത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ടാവും. പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട്. നമ്മൾ പണ്ട് പഠിച്ചതിൽ നിന്ന് ഒരു ഹർഫ് അധികം പഠിക്കാൻ പാടില്ല എന്നെവിടെയും നിയമമില്ല. വീണ്ടും വീണ്ടും നമ്മൾ പ്രമാണങ്ങൾ കാണുമ്പോൾ അതിലേക്ക് നാം മടങ്ങേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മൾ പണ്ടേ പഠിച്ചു വെച്ചതായിരിക്കും. പിന്നീട് അതിനേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നമ്മൾ കാണുമ്പോൾ എന്ത് വേണം? ഞാൻ പണ്ടേ അങ്ങനെയല്ല പഠിച്ചത്, ഹദീസിലുണ്ടായെന്ന് വെച്ച് ഞാനങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്. നമ്മൾ അതിലേക്ക് മടങ്ങണം. എന്നിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നാക്കാൻ നാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരുപാട് കാലം ചിലപ്പോൾ അബദ്ധമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സുജൂദിൻ്റെ കാര്യമാവട്ടെ, റുക്കൂഇൻ്റെ കാര്യമാവട്ടെ, നിസ്കാരത്തിൽ തന്നെ ഒരുപാട് അബദ്ധങ്ങളുണ്ടാകും. അപ്പം അത് മാറ്റിയെടുക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളും. അല്ലെങ്കിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു ആരാണ്? സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം വെറുതെ ഒരു കാര്യം പറയൂല, വെറുതെ ആളെ പേടിപ്പിക്കാൻ പറയൂല. അതിൻ്റേതായ ഗൗരവമുണ്ട്, പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു. ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് എഴുത്തുകൾ നമുക്ക് വായിക്കാൻ നേരമുണ്ട്, കേൾക്കാൻ നേരമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ വിഷയങ്ങൾ കേൾക്കാനും പഠിക്കാനും നമുക്ക് നേരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഭയപ്പെടേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ ചെറിയ ഒരു കിതാബാണിത്, അതിൻ്റെ വലിപ്പത്തിൽ. എന്നാൽ ആശയ സമ്പുഷ്ടമാണ് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്ന ഈ കിതാബ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചു, ആ നിസ്കാരത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇതിൻ്റെ ഉള്ളടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം: മൻ തവല്ലഅ കമാ ഉമിറ വസല്ല കമാ ഉമിറ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ അമൽ. ആരാണോ കൽപ്പിക്കപ്പെട്ടതുപോലെ വുദൂ ചെയ്യുന്നത്, ആരാണോ കൽപ്പിക്കപ്പെട്ടതുപോലെ നിസ്കരിക്കുന്നത്, എങ്കിൽ അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസിൽ ആരാണോ വുദൂ ചെയ്യുന്നത് കമാ ഉമിറ, പഠിപ്പിക്കപ്പെട്ടതുപോലെ. ആര് പഠിപ്പിച്ചു? ആരാ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അവിടുന്ന് എങ്ങനെ വുദൂ ചെയ്തോ അങ്ങനെ ആയിരിക്കണം നമ്മുടെ വുദൂ. വസല്ല കമാ ഉമിറ, എന്നിട്ട് നിസ്കരിച്ചു. എങ്ങനെ? കൽപ്പിക്കപ്പെട്ടതുപോലെ. ആര് കൽപ്പിച്ചു? ആര് പഠിപ്പിച്ചു? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെ നിസ്കരിച്ചാൽ മാത്രമേ, അങ്ങനെ വുദൂ ചെയ്താൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കിതാബിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിസ്കാരത്തിൻ്റെ ഷർത്തുകളുണ്ട്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ എന്ന് അതിന് മലയാളത്തിൽ പറയാം. അതുപോലെ തന്നെ ആ ഷർത്തുകൾ വിവരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഷർത്തുകളിൽ ഒന്നായ വുദൂവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ നിർബന്ധ കാര്യങ്ങളെക്കുറിച്ച് ഈ കിതാബിൽ പരാമർശമുണ്ട്. അതുപോലെ റുക്നുകൾ ഓരോന്നും എന്താണെന്ന് പറയും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ ചുരുങ്ങിയ ഒരു തഫ്സീർ ഇതിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ ചുരുങ്ങിയ ഒരു തഫ്സീർ ഇതിലുണ്ട്. അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥന, അതുപോലെ തശഹൂദ്, അങ്ങനെയുള്ള നമുക്ക് ഓരോരുത്തർക്കും
പഠിച്ചിരിക്കൽ നിർബന്ധമായ, നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങളാണ് ഈ കിതാബിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചു പൂർത്തീകരിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മരണം വരെ മുറുകെ പിടിക്കുവാനും എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇനി കിതാബിലേക്ക് കടക്കാം. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ഈ കിതാബ് ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഏതൊരു നല്ല കാര്യവും ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നത് ദീനിൽ അറിയപ്പെട്ട കാര്യമാണ്. ബിസ്മില്ലാഹ് എന്നത് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് അവിടെ അർത്ഥം പറയുക. ഒരാൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ വെള്ളം കുടിക്കുന്നു. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് അവിടെ അർത്ഥം പറയുക. ഇവിടെ അദ്ദേഹം ബിസ്മി പറഞ്ഞുകൊണ്ട് ഈ കിതാബ് രചിക്കുകയാണ്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ കിതാബ് രചിക്കാൻ അദ്ദേഹം ആരംഭിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ബിസ്മി കൊണ്ട് കിതാബത്ത് എഴുത്ത് ആരംഭിക്കുക എന്നത് പരിശുദ്ധ ഖുർആനിലും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും സ്ഥിരപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 9 എണ്ണമാകുന്നു. ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 9 എണ്ണമാകുന്നു. ഏതൊക്കെയാണെന്ന് വായിക്കുന്നതിന് മുന്നേ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? പണ്ട് പഠിച്ചത് ഓർമ്മയുള്ളത് ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ്? ചെറിയ കുട്ടികൾ പഠിത്ത് പഠിച്ചിട്ടുണ്ടാവില്ലേ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ? പണ്ട് മദ്രസയിൽ പഠിച്ചൊന്നും ഓർമ്മയില്ല? ശരി. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 9 എണ്ണാണെന്നുള്ളത് ഓർമ്മയുണ്ടോ? പക്ഷേ നമുക്ക് പഠിക്കാം. ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 9 എണ്ണമാകുന്നു. ഇത് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം, ഇതുപോലുള്ള കിതാബുകൾ നമ്മൾ പ്രസംഗിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഇത് പ്രസംഗിക്കലല്ല, പഠിക്കലാണ്. പ്രത്യേകിച്ച് ഫിഖ്ഹ്, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ നമ്മൾ ഘോരഘോരം പ്രസംഗിച്ചിട്ട് പോവുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് നമുക്ക് അമലാക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കിതാബ് പൂർത്തിയാവുന്നത് വരെ ഇൻഷാ അല്ലാഹ് ചോദ്യം ഉണ്ടാവും. അത് വിചാരിച്ചിട്ട് ആരും മുങ്ങരുത്, വരാതിരിക്കരുത്. ഉത്തരം അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. ചോദ്യം ചോദിച്ചാലുള്ളൊരു ഗുണം നമ്മൾ പഴയതൊക്കെ ഇങ്ങോട്ട് കറങ്ങിയിട്ട് വരും. എന്നിട്ട് നമ്മളൊരു കാര്യം പഠിച്ചാൽ അത് നമ്മുടെ മനസ്സിലിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണത്. അവിടുന്ന് ചോദ്യം ചോദിക്കും, അതല്ലെങ്കിൽ ആദ്യം എണ്ണം പറയും, എന്നിട്ട് കാര്യം പറയും. 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ പറയും. 7 കാര്യങ്ങൾ എന്നിട്ടത് പറയും. 3 വിഭാഗം ആളുകൾ. അപ്പം എന്തായി? അതിൻ്റെ എണ്ണം നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നിട്ട് ആ കാര്യം കേട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ അറിയില്ല എന്ന് പറയും. എന്നിട്ടത് കേൾക്കാൻ ശ്രദ്ധിച്ചാൽ അത് ഹിഫ്ളാകും. അങ്ങനൊരു പ്രയോജനം അതിൻ്റെ പിന്നിലുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 9 എണ്ണമാകുന്നു. തിസ്അത്തുൻ, 9 എണ്ണം. അൽ ഇസ്ലാമു വൽ അഖ്ലു വത്തംയീസു വറഫഉൽ ഹദസി വഇസാലത്തുൻ നജാസതി വസത്റുൽ ഔറതി വദുഖൂലുൽ വഖ്തി വസ്തിഖ്ബാലുൽ ഖിബ്ലതി വന്നിയ്യതു.
9 കാര്യങ്ങൾ. അൽ ഇസ്ലാം എന്നാൽ മുസ്ലിമായിരിക്കുക. വൽ അഖ്ൽ, അൽ അഖ്ൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉണ്ടായിരിക്കുക. വത്തമീസ്, തമീസ് എന്നാൽ വകതിരിവുണ്ടായിരിക്കുക. വറഫ്ഉൽ ഹദസ്, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക. വ ഇസാലത്തുൻ നജാസത്തി, നജസ് നീക്കം ചെയ്യുക. വസത്രുൽ ഔറത്തി, ഔറത്ത് മറക്കുക. വദുഖൂലുൽ വഖ്തി, സമയം ആവുക. വസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിടുക. വന്നിയ്യതു, നിയ്യത്ത് ഉണ്ടായിരിക്കുക. ഇങ്ങനെ 9 കാര്യങ്ങളാണ്. ഷർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനമാണ് ഷുറൂത്ത്. ഷർത്ത് എന്നാൽ നിബന്ധന, ഷുറൂത്ത് എന്നാൽ നിബന്ധനകൾ. പരിശുദ്ധ ദീനിൽ ഏത് കാര്യത്തിലും ഷർത്തുകളുണ്ടാകും, നിബന്ധനകളുണ്ടാകും. നിബന്ധനകൾക്ക് വിധേയമാണ് നമ്മുടെ ദീനിലെ നിയമങ്ങൾ. ഓരോ കാര്യങ്ങൾക്കും ഷർത്തുകളുണ്ട്. സംസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇതുപോലെ തന്നെ ജക്കാത്തിനുണ്ട്, നോമ്പിനുണ്ട്, ഹജ്ജിനുണ്ട്, കച്ചവടത്തിനുണ്ട്, വിവാഹത്തിനുണ്ട്. ഇങ്ങനെ ഏത് വിഷയമെടുത്താലും നിബന്ധനകൾക്ക് വിധേയമാണ്. എന്താണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ? നിബന്ധന എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അറബിയിലുള്ള തഅരീഫ് ഇപ്രകാരമാണ്: ഹുവല്ലദി യൽസമു മിൻ അദമിഹിൽ അദമു വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദ്. ഷർത്ത് എന്ന് പറഞ്ഞാൽ ആ ഷർത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം, ഒരു ഇബാദത്ത് ഉണ്ടാവുകയുള്ളൂ. ഷർത്തുകൾ ഇല്ലാതിരുന്നാൽ ആ ഇബാദത്ത്, ആ കാര്യം ഉണ്ടാവുകയില്ല. വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്, എന്നാൽ മനസ്സിലാവും. എന്നാൽ ഷർത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നുണ്ടായി എന്ന് വിചാരിക്കുക, അതുണ്ടാവൽ കൊണ്ട് ആ അമൽ ഉണ്ടായിരിക്കണം എന്നും നിർബന്ധമില്ല. ഉദാഹരണത്തിന് വുദു എന്നത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഒന്നാണ്. റഫഉൽ ഹദസ് പറഞ്ഞില്ലേ, വുദു ശുദ്ധി ഉണ്ടായിരിക്കണം. ഒരാൾക്ക് നിസ്കരിക്കണമെങ്കിൽ എന്തു വേണം? ശുദ്ധി ഉണ്ടാവണം. ശുദ്ധി ഇല്ലെങ്കിൽ ഒരാളുടെ നിസ്കാരം ശരിയാവുകയില്ല. അതാണ് ഹുവല്ലദി യൽസമു മിൻ അദമിഹി അൽ അദം. ശുദ്ധി എന്ന കാര്യം ഇല്ലാതായാൽ നിസ്കാരമെന്ന ഇബാദത്ത് ഇല്ലാതെയാവും. എന്നാൽ ഒരാൾ വുദു എടുത്തു, അതുകൊണ്ട് നിസ്കാരം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഒരാൾ ഒരു 12 മണിക്ക് വുദു എടുത്തു, ആ സമയത്ത് ഏതെങ്കിലും നിസ്കാരം ഉണ്ടോ? ഇല്ല, നിസ്കാരമില്ല. അതാണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ. ഷർത്ത് അല്പം അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും, പക്ഷേ ആ ഇബാദത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ ആ ഇബാദത്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഷർത്ത് ഉണ്ടായിരിക്കണം. ഇതാണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ. നിബന്ധന എന്ന് പറഞ്ഞാൽ ഇതാണ്. 9 കാര്യങ്ങളാണ് ഷർത്തുകളായി നമുക്ക് പഠിക്കാനുള്ളത്. ഷർത്തുകളും റുക്നുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിസ്കാരത്തിൻ്റെ മുന്നേ ആ ഷർത്തുകൾ ഉണ്ടായിരിക്കണം, പൂർത്തീകരിക്കപ്പെടണം. ഒരു അമലിൻ്റെ പുറത്താണ് ഷർത്തുകൾ ഉണ്ടാവുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കൂ. ഇതൊക്കെ ഉള്ള ഒരാൾക്കേ എന്തുള്ളൂ? നിസ്കാരം ഉള്ളൂ. ഇതിലേതെങ്കിലും ഇല്ലാതായാലും നിസ്കാരം ഉണ്ടാവില്ല. അപ്പം ആദ്യം ഈ പറഞ്ഞ 9 കാര്യവും അല്ലെങ്കിൽ 9 കാര്യങ്ങളും ഒരാളിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അയാൾക്ക് നിസ്കരിക്കാൻ
പറ്റുകയുള്ളൂ, അയാളുടെ നിസ്കാരം ശരിയാവുകയുള്ളൂ. അപ്പം ഷർത്തുകൾ എന്നത് ഒരു ഇബാദത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന കാര്യമാണ്. ആ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ മുന്നേ അതെന്തായിരിക്കണം? പൂർത്തീകരിക്കപ്പെടണം, ഉണ്ടായിരിക്കണം. എന്നാൽ റുക്നുകൾ അങ്ങനെയല്ല. റുക്നുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ അകത്താണ് ഉണ്ടാവുക. നിസ്കാരത്തിൻ്റെ റുക്നിൽപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. തക്ബീറത്തുൽ ഇഹ്റാം, സൂറത്തുൽ ഫാത്തിഹ, റുക്കൂ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഏത് കാര്യം എടുത്തു നോക്കിയാലും അതിൻ്റെ റുക്നുകൾ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കപ്പെടുന്ന കാര്യം എന്തായിരിക്കും? അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം തീരുന്നത് വരെ ഇത് ഒപ്പം തന്നെ ഉണ്ടായിരിക്കണം, കൂടെ തന്നെ അതേപോലെ ഉണ്ടായിരിക്കണം. റുക്നുകൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം റുക്നാണ്. തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിൽ എത്ര തവണ ഉണ്ട്? ഒറ്റ തവണ ഉള്ളൂ. പിന്നുണ്ടോ? ഇല്ല. റുക്നുകൾ ഇങ്ങനെയാണ്, റുക്നുകൾ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഷർത്തുകൾ ആ 9 തന്നെ എപ്പം വരെ വേണം? അവസാനം വരെ ഉണ്ടായിരിക്കണം, അവസാനം വരെ ഉണ്ടായിരിക്കും. ഇത് ഷർത്തുകളും റുക്നുകളും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളാണ്. ഇനി വാജിബാത്ത്, നിർബന്ധ കാര്യങ്ങൾ, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തുമ്പോൾ പഠിക്കും. പൊതുവെ നിർബന്ധ കാര്യങ്ങൾ നമുക്കറിയാലോ, നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളും ആ ഭാഗത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. അപ്പം ഇതാണ് ആമുഖം. ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ എന്ന് പറഞ്ഞ് 9 കാര്യങ്ങൾ ആദ്യം എണ്ണി പറഞ്ഞു. ഇനി അത് ഓരോന്നും അതിൻ്റെ തെളിവ് സഹിതം വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അശ്ശർത്തുൽ ഔവൽ, ഒന്നാമത്തെ ഷർത്ത് അൽ ഇസ്ലാം. അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിമായിരിക്കുക. വളിദ്ദുഹുൽ കുഫ്റു, അതിൻ്റെ നേർ വിപരീതമാണ് അൽ കുഫ്ർ, സത്യനിഷേധം, മതനിഷേധം. വൽ കാഫിറു അമലുഹു മർദൂദുൻ, ഒരു സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കാഫിറായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തള്ളപ്പെടുന്നതാണ്. വലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മിൻ മുസ്ലിമിൻ, നിസ്കാരമെന്നത് മുസ്ലിമിൽ നിന്നല്ലാതെ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് അംഗീകരിച്ച ഒരു വ്യക്തിയിൽ നിന്നല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഷർത്ത് അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം. മുസ്ലിം അല്ലാത്ത ഒരാളിൽ നിന്ന് ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്നതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്താണ്. സൂറത്തു ആലി ഇമ്രാനിലെ 85-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരാണോ ഇസ്ലാമല്ലാത്ത മറ്റു വല്ലതും അന്വേഷിച്ച് ചെല്ലുന്നത്, അവനിൽ നിന്നും യാതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല, പരലോകത്ത് അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും, അഥവാ നരകക്കാരുടെ കൂട്ടത്തിലായിരിക്കും. ഈ ആയത്ത് തെളിവാണ്. ഇസ്ലാമല്ലാത്ത മറ്റു വല്ല ആദർശവും ഒരാൾ സ്വീകരിച്ചാൽ അയാളിൽ നിന്നുള്ള ഒരു അമലും ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഒരാൾ ഷഹാദത്ത് സ്വീകരിക്കാതെ നിസ്കരിച്ചാലും ശരി, നോമ്പെടുത്താലും ശരി, ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും ശരി, പരലോകത്ത് അതുകൊണ്ട് അയാൾക്ക് ഒരു ഉപകാരവും ലഭിക്കാനില്ല. വൽ കാഫിറു അമലുഹു മർദൂദുൻ വലൗ അമില അയ്യ അമലിൻ, ഒരു കാഫിർ, ഒരു സത്യനിഷേധി, അയാളുടെ അമലുകൾ മുഴുവനും തള്ളപ്പെടുന്നതാണ്. അയാൾ ഏത് അമൽ ചെയ്താലും ഒരു സൽക്കർമ്മവും അല്ലാഹു തആല പരലോകത്ത്
സ്വീകരിക്കുകയില്ല, അതിന് പ്രതിഫലം നൽകുകയില്ല. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ ആയത്താണ്. സൂറത്തു തൗബയിലെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, മാ കാന ലിൽ മുശ്രികീന അൻ യഅ്മുറു മസാജിദല്ലാഹി ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫ്ർ ഉലൈക ഹബിതത് അഅമാലുഹും വഫിന്നാരി ഹും ഖാലിദൂൻ. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന മുശ്രിക്കുകളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കാൻ അനുവാദമില്ല. എങ്ങനെയുള്ളവരാണവർ? സ്വന്തത്തിൻ്റെ കാര്യത്തിൽ കുഫർ, സത്യനിഷേധം അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അത്തരം ആളുകളുടെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോയിരിക്കുന്നു. അവർ പരലോകത്ത് ശാശ്വതരായി നരകത്തിലുമാണ്. വഖൗലുഹു തആല, മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. സൂറത്തുൽ ഫുർഖാനിലെ 23-ാമത്തെ ആയത്താണ്. പരലോകത്ത് സത്യനിഷേധികളായ ആളുകൾ ചെയ്ത പ്രവർത്തനങ്ങൾ നാം കൊണ്ടുവരും, എന്നിട്ടത് ചിതറിയ ധൂളികൾ പോലെ നാം അതിനാക്കി തീർത്തു. എന്താണ് ചിതറിയ ധൂളികൾ എന്ന് പറഞ്ഞാൽ? നമ്മളിങ്ങനെ വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് നോക്കിയാൽ നേർത്ത പൊടികൾ കാണാം. അതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ? ഇല്ല, ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. എന്നതുപോലെ പരലോകത്ത് ഈ പറഞ്ഞ കർമ്മങ്ങൾ കൊണ്ടുവന്ന് അതിനെ ചിതറിയ ധൂളികൾ പോലെ അള്ളാഹു ആക്കി തീർക്കും. സത്യനിഷേധികളായ ആളുകളുടെ കാര്യം ഇതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ ഷർത്ത് മുസ്ലിമായിരിക്കുക എന്നുള്ളതാണ്. മുസ്ലിമായ ഒരാൾ, അയാളുടെ നിസ്കാരം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. കുഫർ എന്നത് 2 രൂപത്തിലുണ്ട്. സത്യനിഷേധം എന്നത് 2 രൂപത്തിലാണ്. ഒന്ന് കുഫറുൻ അസ്ലി, അഥവാ ഒരാൾ സാധാരണ കാഫിറായി, അതല്ലെങ്കിൽ സത്യനിഷേധിയായി, അങ്ങനെയുള്ള അസ്ലിയായ കാഫിർ. രണ്ടാമത്തേത് മുസ്ലിമായതിന് ശേഷം പിന്നീട് മുർത്തദ്ദായി പോകുന്ന കുഫറാണ്. അങ്ങനെയുള്ള ആളുകളാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. രണ്ടായാലും ഒരാൾ മുസ്ലിമായാൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. ഇനി സഹോദരങ്ങളെ, സാന്ദർഭികമായി ഒരു കാഫിർ അല്ലെങ്കിൽ ഒരു സത്യനിഷേധി, അയാളുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിൻ്റെ ചില മസ്അലകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, മുസ്ലിമായ ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാണ്, നമുക്കറിയാം. മുസ്ലിമല്ലാത്ത ഒരാളോട് ആദ്യമായി നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പാടില്ല. ഒരാൾ മുസ്ലിമല്ല, അങ്ങനെയുള്ള ഒരാളോട് ആദ്യമായി കൽപ്പിക്കേണ്ടത് നിസ്കാരമല്ല. നിങ്ങൾ 5 നേരം നിസ്കരിക്കണം എന്നല്ല അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്ക് പ്രബോധനം ചെയ്യേണ്ടത്. പിന്നെന്താണ്? ആദ്യം അള്ളാഹുവിൻ്റെ ഏകത്വം പറഞ്ഞു കൊടുക്കണം. എന്നിട്ടത് സ്വീകരിച്ചാൽ മാത്രമേ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് മതപ്രബോധനത്തിന് വേണ്ടി അയക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദേ, താങ്കൾ അഹ്ലുൽ കിതാബിൻ്റെ, അഥവാ മുമ്പ് കിതാബ് കിട്ടിയ യഹൂദികളായ ആളുകളുടെ അരികിലേക്കാണ് ദഅവത്തിന്, പ്രബോധനത്തിന് പോകുന്നത്. അതുകൊണ്ട് താങ്കൾ എന്തു വേണം? ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അവനല്ലാത്ത ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന കാര്യം അവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുക. അതിലേക്ക് അവർ ആദ്യം ക്ഷണിക്കുക. ഫഇൻഹും അതാഊക ലിദാലിക്, ആ കാര്യത്തിൽ അവർ താങ്കളെ അനുസരിച്ചാൽ, അഥവാ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചു, അവരത് സ്വീകരിച്ചു എങ്കിൽ, ഫഅലിംഹും അന്നല്ലാഹ ഇഫ്തറള അലൈഹിം 5 സ്വലവാത്തിൻ ഫി യൗമിഹിം വലൈലതിഹിം. അള്ളാഹു സുബ്ഹാനഹു വ തആല രാപ്പകലുകളിൽ, രാവിലെയും രാത്രിയും അതല്ലെങ്കിൽ വൈകുന്നേരവുമായി
5 നേരത്തെ നിസ്കാരങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം ആദ്യമായി ഒരാളോട് അള്ളാഹുവിൻ്റെ ഏകത്വമാണ് പ്രബോധനം ചെയ്യേണ്ടത്, 5 നേരത്തെ നിസ്കാരങ്ങൾ അല്ല. കാരണം എന്താ? തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് ഓർമ്മയിൽ വേണം. ഒരാൾ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചാൽ മാത്രമേ അയാളുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ബാക്കി എല്ലാ അമലുകളും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ 5 നേരം നിസ്കരിച്ചു, നല്ല മനുഷ്യനായി ജീവിച്ചു, ഒരു തെറ്റും ചെയ്യുന്നില്ല, പക്ഷേ ആദ്യം പറഞ്ഞ ഷഹാദത്തില്ല എങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, അതൊക്കെ പൊളിഞ്ഞു പോകും. ആദ്യം ഇത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവരോട് കൽപ്പനയുടെ കാര്യത്തിൽ ആദ്യമായി ഷഹാദത്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അതിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അത് അനുസരിച്ചാൽ, അംഗീകരിച്ചാൽ, അതൊരാൾ സ്വീകരിച്ചാൽ മാത്രം നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഒരു കാഫിർ, ഒരാൾ മുസ്ലിമായി എന്ന് വിചാരിക്കുക, ഷഹാദത്ത് സ്വീകരിച്ചു എങ്കിൽ അത്രയും കാലം നിസ്കരിക്കാത്തത് ഖളാ കൂട്ടേണ്ടതുണ്ടോ? ഒരാൾ 65 വയസ്സിലാണ് മുസ്ലിം ആവുന്നത്. അപ്പോൾ പ്രായപൂർത്തിയായത് മുതൽ ഉള്ള കാലഘട്ടം കണക്ക് കൂട്ടി അത് മുഴുവനും ഖളാ കൂട്ടേണ്ടതുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഖളാ കൂട്ടേണ്ടതില്ല. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതിൻ്റെ മുന്നേ അയാൾ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിക്കൊണ്ടാണ്, പുതിയൊരു മനുഷ്യനായിട്ടാണ് പിന്നീട് അയാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാവുക. അള്ളാഹു പറഞ്ഞതുപോലെ ഖുൽ ലില്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകളോട് പറഞ്ഞു കൊടുക്കുക, ഈ യൻതഹു, നിങ്ങൾ ഈ കുഫർ, ഈ നിഷേധം അവസാനിപ്പിക്കുകയാണെങ്കിൽ യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്, നിങ്ങളുടെ മുമ്പ് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അതുകൊണ്ട് ഖളാ വീട്ടേണ്ടതില്ല ഒരു കാഫിറായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നാൽ. മൂന്നാമത്തെ ഒരു മസ്അല, ഒരു കാഫിറായ മനുഷ്യന് നിസ്കാരം നിർബന്ധമുണ്ടോ? അടിസ്ഥാനപരമായി അല്ലാഹു തആല വഅഖീമുസ് സ്വലാത്ത എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ നിസ്കരിക്കുക. ആ പരിധിയിൽ എല്ലാവരും വരുമോ? അതല്ല മുസ്ലിമീങ്ങൾ മാത്രമാണോ വരിക? എല്ലാവരും വരുമോ? ആ വിളിയിൽ, ആ കൽപ്പനയിൽ എല്ലാവരും ഉണ്ട്. എന്നാൽ ഒരു കാഫിറായ മനുഷ്യൻ നിസ്കരിച്ചതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമല്ല. പക്ഷേ ആ നിസ്കരിക്കാത്തതിൻ്റെ ഓരോ നിസ്കാരത്തിൻ്റെയും ശിക്ഷ ഉണ്ടാവും. ഓരോ ദിവസത്തെ നിസ്കാരം ഒഴിവാക്കിയതിനും ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. കാരണം നരകത്തിൽ, സഖർ എന്ന നരകത്തിൽ പ്രവേശിച്ച ആളുകളോട് സ്വർഗക്കാർ ചോദിക്കുന്നുണ്ട്, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സഖർ എന്ന നരകത്തിൽ പ്രവേശിച്ചത്? ഖാലു, അവർ പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കാരക്കാരായിരുന്നില്ല. അപ്പോൾ ഒരാൾ, ഒരു സത്യനിഷേധി, ഒരു കാഫിറായ മനുഷ്യൻ നിസ്കരിക്കാത്തതിന് ശിക്ഷയുണ്ടാകും. ഓരോ തെറ്റിനും ശിക്ഷയുണ്ടാകും. കുഫറിന് ശിക്ഷയുണ്ടാകും. ഒന്നാമത്തെ അതാണ്. താൻ ചെയ്ത നിഷേധത്തിനും അള്ളാഹുവിൽ പങ്കുചേർത്തതിനും ഒക്കെ ശിക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ കൽപ്പനകൾ അനുസരിക്കാത്തതിന് ശിക്ഷയുണ്ടാകും. ഓരോ കൽപ്പനകളും പാലിക്കാത്തതിൻ്റെ ശിക്ഷയുണ്ടാകും. ഓരോ തിന്മ ചെയ്യുമ്പോഴും ശിക്ഷയുണ്ടാകും. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. കൽപ്പനകൾ പാലിക്കാത്തതിൻ്റെ പേരിൽ, അനുസരണം കാണിക്കാത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം
അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചതിന് ശിക്ഷ ഉണ്ടാവും. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്തതിൻ്റെ പേരിൽ. ഒരു നിഷേധിയായ മനുഷ്യൻ ദുനിയാവിലെ എന്തൊക്കെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതിനൊക്കെ ശിക്ഷ ഉണ്ടാവും. കാരണം അള്ളാഹു പറഞ്ഞു, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ്. അള്ളാഹു തആല അവൻ്റെ അടിമകളായ ആളുകൾക്ക് ഒരുക്കി വെച്ച വിശിഷ്ടമായ കാര്യങ്ങൾ, ഉപജീവനം, ഭക്ഷണം, അതുപോലെയുള്ള അലങ്കാര വസ്തുക്കൾ ആരാണ് ഹറാമാക്കുന്നത്? ഖുൽ പറയുക, ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവിലെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുവിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ഖാലിസതൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവർക്ക് മാത്രമായിട്ടുള്ളതാണ്, വേറൊരാൾക്കുണ്ടാവില്ല. ദുനിയാവിൽ അവരല്ലാത്തവരും ഉപയോഗിക്കും. പക്ഷേ അവരല്ലാത്തവർക്ക് അത് ഉപയോഗിച്ചതിൻ്റെ പേരിൽ എന്തുണ്ടാകും? ശിക്ഷ ഉണ്ടാവും. കാരണം അള്ളാഹുവിൻ്റെ ഏതൊരു അനുഗ്രഹത്തിനും നന്ദി കാണിക്കൽ നിർബന്ധമാണ്. നന്ദി കാണിക്കാത്തതിൻ്റെ പേരിൽ ശിക്ഷ ഉണ്ടായിരിക്കും. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഒന്നാമത്തെ ഷർത്ത് മുസ്ലിമായിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവരിൽ നിന്ന് മാത്രമേ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു പറഞ്ഞതുപോലെ, മൻ ആമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. മുഅ്മിനായിക്കൊണ്ട് ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, ആണാവട്ടെ പെണ്ണാവട്ടെ ആരായാലും ശരി, അവർക്കാണ് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവരെ നാം വിശിഷ്ടമായ ജീവിതം ജീവിപ്പിക്കും. വലനജിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ലത് നാം പരലോകത്ത് പ്രതിഫലമായി നൽകുകയും ചെയ്യും. കുഫർ എന്നത് അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോവാൻ കാരണമാകുന്ന തിന്മയാണ്. എല്ലാ അമലും പൊളിഞ്ഞു പോകും. 2 ആയത്തുകൾ നമ്മളിവിടെ വായിച്ചു. ഷെയ്ഖ് റഹിമഹുല്ല ഉദ്ധരിച്ച 2 ആയത്തുകൾ. ഒന്ന്, മുശ്രിക്കുകൾ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾ, അവർ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ കുഫർ സാക്ഷ്യം വഹിച്ചവരാണ്. അവരുടെ അമലുകൾ പൊളിഞ്ഞു പോയിരിക്കുന്നു, അവർ ശാശ്വതമായി നരകത്തിലാണ്. രണ്ടാമത്തേത്, പരലോകത്ത് അവരുടെ അമലുകൾ കൊണ്ടുവരും, എന്നിട്ടത് നിഷ്ഫലമായി കളയും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം. അതുകൂടി പറഞ്ഞ് ആ ഭാഗം പൂർത്തീകരിക്കാം. ഇന്നല്ലാഹ ലാ യദ്ലിമു മുഅ്മിനൻ ഹസനതൻ യുഅ്താ ബിഹാ ഫിദ്ദുനിയ വയുജ്സാ ബിഹാ ഫിൽ ആഖിറ. അല്ലാഹു തആല ഒരു സത്യവിശ്വാസിയോട് നന്മയുടെ കാര്യത്തിൽ ഒരിക്കലും അതിക്രമം കാണിക്കുകയില്ല. ആ നന്മക്ക് പകരമായി അള്ളാഹു ദുനിയാവിൽ അയാൾക്ക് നന്മ നൽകും, പ്രതിഫലം, ഉപകാരം നൽകും. പരലോകത്ത് അതിനുള്ള പ്രതിഫലവും നൽകും. വഅമ്മൽ കാഫിർ, എന്നാൽ ഒരു സത്യനിഷേധി, ഫയുത്അമു ബിഹസനാതി മാ അമില ബിഹാ ലില്ലാഹി ഫിദ്ദുനിയ, അയാൾ അള്ളാഹുവിന് വേണ്ടി സൽക്കർമ്മം ചെയ്തു എന്ന് വിചാരിക്കാം. നല്ല ഉദ്ദേശത്തിൽ, അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തിൽ വല്ല സൽക്കർമ്മങ്ങളും ചെയ്തു, നല്ല കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ആളുകളുണ്ട്. മുസ്ലിം ആയിക്കൊള്ളണം എന്നില്ല, പക്ഷെ പൊതുവെ നല്ല ആളുകളായി ജീവിക്കുന്നവരുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അതിനുള്ള റിസ്ക്, ഉപജീവനം, നന്മകൾ അവർക്ക് നൽകും. ദുനിയാവിൽ തന്നെ അള്ളാഹു അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കും. ഹത്താ ഇദാ അഫ്ളാ ഇലൽ ആഖിറതി ലം തകുൻ ലഹു ഹസനത്തുൻ യുജ്സാ ബിഹാ. അങ്ങനെ അവർ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു നന്മയും പ്രതിഫലമായി അവർക്ക് ലഭിക്കുകയില്ല. കാരണം അള്ളാഹു ദുനിയാവിൽ നൽകേണ്ടതൊക്കെ നൽകും. സുബ്ഹാനല്ലാഹ്, ഈ ഹദീസിൽ വലിയൊരു ഗുണപാഠമുണ്ട്. അള്ളാഹു തആല ഒരാളോടും അനീതി കാണിക്കുകയില്ല. മുഅ്മിനായ മനുഷ്യൻ അള്ളാഹു കൽപ്പിച്ച അവൻ്റെ ഏകത്വം അംഗീകരിക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും എന്നിട്ട് അതിൻ്റെ താല്പര്യമായ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇഹലോകത്തും അള്ളാഹു നന്മ നൽകും, പരലോകത്ത് പ്രതിഫലമായും
നൽകും. എന്നാൽ ഒരു നിഷേധി യഥാർത്ഥത്തിൽ അയാൾ അള്ളാഹുവിനെ നിഷേധിച്ചിരിക്കുകയാണ്, അള്ളാഹു അയച്ച നബിമാരെ നിഷേധിച്ചിരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കിതാബിൽ വിശ്വസിക്കാത്ത ആളാണ്, അള്ളാഹുവിൻ്റെ ദീനിലെ നിയമങ്ങൾ പാലിക്കാത്ത ആളാണ്. എന്നിട്ടും അള്ളാഹു ദുനിയാവിൽ അയാൾ വല്ല നന്മയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ തന്നെ അതിനുള്ള സുഖ സൗകര്യങ്ങളും ഉപജീവനവും ഒക്കെ നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം അൽ ഇസ്ലാം. നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഷർത്ത് അൽ ഇസ്ലാം, മുസ്ലിമായിരിക്കുക എന്നുള്ളതാണ്. അഷർതു സാനി, രണ്ടാമത്തെ ഷർത്ത് അൽ അഖ്ലു. എന്താണ് അൽ അഖ്ലു എന്ന് പറഞ്ഞാൽ? അഖ്ൽ എന്നാൽ ബുദ്ധി, അഖിൽ അല്ല. അലിഫും കാഫും ലാമും അർത്ഥം മാറും. അഖിൽ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കൽ എന്നാണ്. ഐനും പാഫും ലാമുമാണ് അൽ അഖ്ലു. വളിദ്ദുഹു അൽ ജുനൂൻ, ബുദ്ധി ഉണ്ടായിരിക്കുക എന്നതിൻ്റെ നേർ വിപരീതമാണ് ബുദ്ധി മറഞ്ഞു പോവുക, ഭ്രാന്തായി പോവുക എന്ന കാര്യം. വൽ ജുനൂനു മർഫൂഉൻ അൻഹു അൽ ഖലമു ഹത്താ യുഫീഖ, സ്വബോധമില്ലാത്ത ഭ്രാന്തായി പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വബോധം തിരിച്ചു കിട്ടുന്നതുവരെ, ഭ്രാന്ത് മാറുന്നതുവരെ അയാളുടെ കാര്യത്തിൽ പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് തക്ലീഫില്ല, അയാൾക്ക് മതനിയമങ്ങൾ ബാധകമല്ല. അപ്പോൾ ബുദ്ധിയുള്ള ഒരാൾക്കാണ് നിസ്കാരം നിർബന്ധമായിട്ടുള്ളത്. ഒരാൾക്ക് ബുദ്ധിയില്ല, ഭ്രാന്താണ്, അതല്ലെങ്കിൽ സ്വബോധം ഇല്ലാത്ത ആളാണ്, അയാൾ നിസ്കരിച്ചാൽ, നിസ്കാരം നിർവഹിച്ചാൽ ആ നിസ്കാരം ശരിയാവുകയില്ല. വദ്ദലീൽ, അതിൻ്റെ തെളിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, റുഫിഅൽ ഖലമു അൻ സലാസത്തിൻ, 3 വിഭാഗം ആളുകളിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. പേന ഉയർത്തപ്പെടാന്ന് പറഞ്ഞാൽ അവരുടെ നന്മതിന്മകൾ രേഖപ്പെടുത്തുകയില്ല, അവർക്ക് തക്ലീഫില്ല, ഉത്തരവാദിത്തമില്ല, മതനിയമങ്ങൾ ബാധകമല്ല. കാരണം ബുദ്ധി മറഞ്ഞവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്. അന്നായിം ഹത്താ യസ്തൈഖിള, ഉറങ്ങിയ ഒരാൾ ഉറങ്ങിപ്പോയി, ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ അയാൾക്ക് എന്തില്ല? തക്ലീഫില്ല. അയാളുടെ കാര്യത്തിൽ പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. ആ ഉറക്കത്തിൽ അയാൾ എന്ത് കാട്ടിക്കൂട്ടിയാലും അയാൾക്ക് എന്തില്ല? യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. വൽ മജ്നൂനി ഹത്താ യുഫീഖ്, രണ്ടാമത്തത് ഭ്രാന്തൻ. നമ്മൾ ഈ പറഞ്ഞ ഷർത്തുമായി ബന്ധപ്പെട്ട ഭാഗം അതാണ്. ബോധം വരുന്നത് വരെ, സ്വബോധം തിരിച്ചു കിട്ടുന്നത് വരെ. വസ്സഗീരി ഹത്താ യബ്ലുഗ്, ചെറിയ കുട്ടി പ്രായപൂർത്തിയാവുന്നത് വരേക്കും. അങ്ങനെ 3 വിഭാഗം ആളുകളിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധി മറഞ്ഞ ഒരാൾക്ക് നിസ്കാരം നിർബന്ധമില്ല, അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല. ബുദ്ധി മറയുക എന്നത് അതിൻ്റെ ചില ഇനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ചില മസ്അലകൾ. അതിലൊന്നാമത്തേത് നമ്മുടെ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, അന്നായിം. നൗം എന്നാൽ ഉറക്കം, നായിം എന്നാൽ ഉറങ്ങിയ ആൾ. ഒരാൾ ഉറങ്ങിപ്പോയി. ഉറക്കം എന്നത് ഒരർത്ഥത്തിൽ എന്താണ്? ബുദ്ധി മറഞ്ഞു പോവുക എന്നതാണ്. ആ ഉറക്കത്തിൽ അയാൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിയഹ ഫൽയുസല്ലിഹ ഇദാ ദകറഹ, ഒരാൾ നിസ്കാരത്തിൻ്റെ സമയത്ത് ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി, ഓർമ്മ വന്നാൽ, ഉറക്കം എഴുന്നേറ്റാൽ അയാൾ എന്ത് ചെയ്യുക? നിസ്കരിക്കുക. ലാ കഫാറത ലഹ ഇല്ലാ ദാലിക്, അതല്ലാതെ അയാൾക്ക് മറ്റൊരു പ്രായശ്ചിത്തവും ഇല്ല. സുമ്മ തല ഖൗലല്ലാഹി തആല, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ 14-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. വാഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കുന്നതിനു വേണ്ടി താങ്കൾ നിസ്കാരം നിലനിർത്തുക. ഓർമ്മ വന്നാൽ, അതല്ലെങ്കിൽ ബുദ്ധി തിരിച്ചു വന്നാൽ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. അഥവാ ഉറക്കം എഴുന്നേറ്റാൽ. ഇത് സാധാരണ സ്വാഭാവികമായി ഉറങ്ങിപ്പോവുക എന്നതാണ്. ഒരാൾ ഉറങ്ങിപ്പോയി, മറന്നുപോയി എന്നത്
അയാൾ മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചു പോയി എന്നതാണ് ഈ പറഞ്ഞത്. ഒരാൾ സുബഹിന് കിടന്നുറങ്ങി, എല്ലാ ദിവസവും ഉറങ്ങിയിട്ട് അന്നാഇം ഹത്താ യസ്തൈഖിള എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അത് എന്തല്ല, ഈ പരിധിയിൽ വരൂല. അതുപോലെ ഒരാൾ നിസ്കാരത്തിൻ്റെ സമയത്ത് ഉറങ്ങിപ്പോയി എഴുന്നേറ്റാൽ നിസ്കരിക്കുക എന്ന ഹദീസിൽ അത് വരുമോ? അല്ല, അയാൾ കുറ്റക്കാരനാണ്. നിസ്കാരത്തിൻ്റെ സമയത്ത് മനഃപൂർവ്വം ഉറങ്ങുക എന്നുള്ളത് അയാൾ കുറ്റക്കാരനാണ്. അതല്ല ഇവിടെ ഉദ്ദേശം. അതല്ലാതെ ഒരാൾ ഉറങ്ങിപ്പോയി, ഒരാൾ ക്ഷീണം കൊണ്ട് അലാറം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിളിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഉറങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യാത്രക്കിടയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഉറങ്ങിക്കോ, ഞാൻ നിങ്ങളെ വിളിച്ചോളാം. പക്ഷേ എല്ലാവരും ഉറങ്ങി, അദ്ദേഹവും ഉറങ്ങിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല. അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചു പോയേക്കാം. അപ്പം അത് ഒരർത്ഥത്തിൽ എന്താണ്, ഒരു സത്യവിശ്വാസി സ്വബോധത്തോടു കൂടി അങ്ങനെ കിടന്നുറങ്ങൂല. ഉറങ്ങോ? ബാങ്ക് വിളി കേൾക്കുന്നുണ്ട്, സമയമായിട്ടുണ്ട്, എന്നാലും കിടന്നുറങ്ങുക എന്നത് ശരിയല്ല. അങ്ങനെ സംഭവിക്കുകയില്ല. അങ്ങനെ സംഭവിക്കാനും പാടുള്ളതല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു മസ്അല, ബുദ്ധി മറഞ്ഞു പോവുക, ഭ്രാന്തായി പോവുക എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ലഹരി ബാധിച്ച വ്യക്തി, ഒരാൾ കള്ളുടിച്ചു അല്ലെങ്കിൽ അതുപോലെയുള്ള ലഹരി ഉപയോഗിച്ചു, അയാൾ യഥാർത്ഥത്തിൽ എന്താണ്, സ്വബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. ലഹരി ബാധിക്കുക അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിധി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതുവരെയാണ്? വാക്കുകൾ പരസ്പരം മാറിപ്പോകുന്ന രൂപത്തിലുള്ള ലഹരി, ലക്ക് ഇട്ട് നടക്കുക എന്ന് പറയുന്നില്ലേ, അതുപോലെയുള്ള ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, ആ നിസ്കാരം പാഴായിപ്പോയതിന് അയാൾക്ക് ശിക്ഷയുണ്ട്. അയാൾ കുറ്റക്കാരനാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം, അൽ മുഗ്മ അലൈഹി, ബോധം കിട്ടുമോ, പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് രോഗമായി ചില ആളുകൾക്കുണ്ടാവും. പൊടുന്നതിനെ പെട്ടെന്ന് ബോധം കെട്ട് വീണു പോവുക. അത് യഥാർത്ഥത്തിൽ എന്താണ്, ഈ പറഞ്ഞ സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്ന പരിധിയിലാണ് വരിക. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവരുമായി ബന്ധപ്പെട്ട് ചില മസ്അലകളുണ്ട്. അവർ നിസ്കാരം ഖളാ കൂട്ടണോ, എന്താണ് അവരുടെ വിധി? പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറഞ്ഞു, ബോധം നഷ്ടപ്പെട്ടു പോയ ഒരാൾ കുറച്ച് സമയമായാലും ശരി, ഒരുപാട് സമയമായാലും ശരി, അയാൾ ഖളാ കൂട്ടേണ്ടതില്ല. ഒരാൾ അസറിൻ്റെ സമയത്ത് ബോധം കെട്ടുപോയി, അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മഗ്രിബിൻ്റെ സമയമായപ്പോൾ ബോധം വന്നു എന്ന് വിചാരിക്കുക. അതല്ല, മഗ്രിബും കഴിഞ്ഞു, ഇശാവും കഴിഞ്ഞു, എന്നിട്ടാണ് വന്നത് എന്ന് വിചാരിക്കുക. അയാൾക്ക് ഖളാ ഇല്ല എന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു, ചെറിയ സമയമായാലും ശരി, കുറേ സമയമായാലും ശരി, ഒരാൾക്ക് ബോധം നഷ്ടപ്പെട്ടു, എന്നിട്ട് പിന്നീട് ബോധം വന്നു എങ്കിൽ ഖളാ കൂട്ടണം. മനസ്സിലായോ? ഒരു വക്തായാലും ശരി, 2 or 3 വക്തോ എത്ര ആയാലും ശരി, അതൊക്കെ അയാൾ ഖളാ കൂട്ടണം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ വിഭാഗം പറഞ്ഞു, 3 ദിവസത്തിൽ കുറവാണെങ്കിൽ, ഒരാൾ 3 ദിവസത്തിൽ കുറഞ്ഞ ദിവസമാണ് ബോധം കെട്ടുപോയത്, ബോധം നഷ്ടപ്പെട്ടു പോയത് എങ്കിൽ എന്തു വേണം? ഖളാ കൂട്ടണം. 3 ദിവസത്തിൽ അധികരിച്ചു എങ്കിൽ ഖളാ കൂട്ടേണ്ടതില്ല. ഇതാണ് കൂടുതൽ പ്രബലമായ ശരിയായ അഭിപ്രായമായി ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഒരു ഖളാവും വേണ്ടതില്ല എന്ന അഭിപ്രായമുണ്ട്,
അല്ല എങ്ങനെ പോയാലും ഖളാ കൂട്ടണം എന്ന അഭിപ്രായവും ഉണ്ട്. എന്നാൽ സൂക്ഷ്മമായി കുറച്ചുകൂടി ശരിയായി പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇതാണ്: 3 ദിവസത്തിൽ കുറവാണെങ്കിൽ ഖളാ വീട്ടണം. 3 ദിവസത്തിൽ അധികരിച്ചു എങ്കിൽ ഖളാ വീട്ടേണ്ടതില്ല. നാലാമത്തെ ഒരു വിഭാഗം വല്ല മരുന്നും അതല്ലെങ്കിൽ ബോധം പോവാനുള്ള എന്തെങ്കിലും സിറിഞ്ച് പോലെയുള്ളത് ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഓപ്പറേഷന് വേണ്ടി അങ്ങനെയുള്ള ചികിത്സക്ക് വേണ്ടി വല്ല മരുന്നോ സിറിഞ്ചോ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഒരാളുടെ ബോധം നഷ്ടപ്പെട്ടു. അവരും ഈ പറഞ്ഞതുപോലെ ഈ പരിധിയിൽ വരും. ഒരു അർത്ഥത്തിൽ ബുദ്ധി മറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ കാലയളവ്, ആ സമയപരിധി കഴിഞ്ഞാൽ, ബോധം തിരിച്ചു വന്നാൽ ഖളാ വീട്ടണം, നിസ്കാരം ഖളാ വീട്ടണം. അപ്പം ഇങ്ങനെയുള്ള മരുന്നോ സിറിഞ്ചോ ഒക്കെ വെച്ചാൽ ചിലപ്പോൾ ഒരു അര ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഒക്കെ എന്താവും, ബോധം നഷ്ടപ്പെട്ടു പോവാറുണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം? സാധാരണ അവസ്ഥയിലേക്ക് വന്നാൽ, അയാളുടെ ബോധം തിരിച്ചു വന്നാൽ, അഖ്ല് ശരിയായാൽ നിസ്കാരം ഖളാ വീട്ടണം. ഇതൊക്കെ സഹോദരങ്ങളെ ഒരു മസ്അല എന്ന നിലക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതിൽ പലതും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാറുണ്ട്. ആദ്യം പറഞ്ഞ ഉറങ്ങിപ്പോക്ക്, അത് മനഃപൂർവ്വവും അല്ലാതെയും സംഭവിക്കാറുണ്ട്. മനഃപൂർവ്വം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇനി യാദൃച്ഛികമായി എപ്പോഴെങ്കിലും സംഭവിച്ചു പോയി എന്ന് വിചാരിക്കുക. ഇതാണ് അതിൻ്റെ വിധി. ഉറങ്ങി അതോടുകൂടി തീർന്നിട്ടില്ല, പിന്നെയോ എഴുന്നേറ്റാൽ വേഗം ഖളാ വീട്ടണം, നിസ്കരിക്കണം. അതുപോലെ ലഹരി, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം അവസ്ഥയിൽ ആരെങ്കിലും കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പെട്ടുപോവുകയോ ചെയ്താൽ അവർക്കുള്ള മസ്അല ഇതാണ്, വിധി ഇതാണ്. അവൻ അതേ കോലത്തിൽ പള്ളിയിലേക്ക് കൊണ്ടുപോകുകയോ നിസ്കരിപ്പിക്കലോ അല്ല. അദ്ദേഹം അതിൽ നിന്ന് മുക്തമാവണം, ശരിയാവണം, ബോധം തിരിച്ചു വരണം, എന്നിട്ട് നിസ്കരിപ്പിക്കണം. അതുപോലെ തൗബ ചെയ്യാൻ പറയണം, കുറ്റക്കാരനാണ്. അതുപോലെ അടുത്ത കാര്യം പറഞ്ഞത് ബോധം നഷ്ടപ്പെട്ടു പോവുക, അതുപോലെ ചികിത്സയ്ക്ക് വേണ്ടി ബോധം നഷ്ടപ്പെടുക, ഇതൊക്കെ ചിലപ്പോൾ ആവശ്യമായി വരുന്നതാണ്. അള്ളാഹു നമ്മെ അത്തരം എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തത് കൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താം. വളരെ പതുക്കെ പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സ്പീഡ് കൂട്ടണോ? പതുക്കെ പറഞ്ഞാൽ പോരെ. അശർതു സാലിസ്, മൂന്നാമത്തത് അത്തമീസു. എന്താണ് അത്തമീസു എന്ന് പറഞ്ഞാൽ? വകതിരിവുണ്ടായിരിക്കുക. വളിദ്ദുഹു അസ്സിഗർ, അതിൻ്റെ നേർ വിപരീതമാണ് സിഗർ അഥവാ ചെറിയ കുട്ടിയായിരിക്കുക. വഹദ്ദുഹു, വകതിരിവിൻ്റെ ഹദ് എന്താണ്? പരിധി എന്താണ്? വകതിരിവാവണം എന്ന് പറഞ്ഞല്ലോ. വകതിരിവാവുക എന്നതിന് പരിധിയുണ്ട്. എപ്പോഴാണ് ഒരാൾക്ക് വകതിരിവാവുക? സബ്ഉ സിനീന, 7 വയസ്സാണ് വകതിരിവിൻ്റെ പ്രായം. 7 വയസ്സായാൽ വകതിരിവെത്തി. 7 വയസ്സായോ? വകതിരിവെത്തിട്ടോ. വഹദ്ദുഹു സബ്ഉ സിനീന, വകതിരിവിൻ്റെ പ്രായപരിധി 7 വയസ്സാകുന്നു. സുമ്മ യുഅ്മറു ബിസ്സലാത്തി, 7 വയസ്സ് പൂർത്തിയായാൽ നിസ്കാരം കൽപ്പിക്കണം, നിസ്കരിക്കാൻ പറയണം. പറയല്ലോ. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അതിനുള്ള തെളിവ്. മുറു അബ്നാഅക്കും ബിസ്സലാത്തി ലിസബ്ഇൻ, 7 വയസ്സായാൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കുക. വദ്രിബൂഹും അലൈഹാ ലിഅശ്രിൻ, 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ ചെറിയ അടി കൊടുക്കണം. വഫർരിഖൂ ബൈനഹും ഫിൽ മദാജിഅ, 10 വയസ്സെത്തിയാൽ കിടപ്പറയിൽ നിന്ന് അവരെ വേർതിരിക്കുകയും ചെയ്യുക, മാറ്റി കിടത്തുകയും ചെയ്യുക. തമീസിൻ്റെ പ്രായപരിധി 7 ആണെന്ന് പറഞ്ഞു. 7 തുടങ്ങിയാൽ മതിയോ അല്ല 7 പൂർത്തിയാവണോ? 7 തുടങ്ങിയാൽ മതിയോ? 6 പൂർത്തിയായിട്ട് 7 തുടങ്ങിയാൽ തമീസ് എത്തുമോ? എത്തൂല. പിന്നെയോ 7 പൂർത്തിയായി 8ാമത്തെ വയസ്സ് തുടങ്ങണം, 7 പൂർത്തിയാവണം.
അങ്ങനെ 7 പൂർത്തിയായാൽ ഒരു കുട്ടിക്ക് തമീസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ തമീസ് എത്തിയ ഒരു കുട്ടിയോട് മാതാപിതാക്കൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, മാതാപിതാക്കളുടെ മേൽ 7 വയസ്സ് പൂർത്തിയായ ഒരു കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കൽ നിർബന്ധമാണ്. അതവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ കുറ്റക്കാരാണ്. എത്ര മാതാപിതാക്കളുണ്ട്, വളർന്നു വലുതായിട്ടുണ്ടാവും, മോനെ നിസ്കരിച്ചോ മോളെ നിസ്കരിച്ചോ എന്ന് ചോദിക്കാത്ത എത്ര ആളുകളുണ്ട്. കളിച്ച് മതിച്ച് രാത്രി പാതിരാത്രി കയറി വരും, വാതിൽ തുറന്നു കൊടുക്കും, മോനെ ഇശാ നിസ്കരിച്ചോ മഗ്രിബ് നിസ്കരിച്ചോ, ചോദ്യം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ദുനിയാവിൻ്റെ പഠിപ്പിനൊക്കെ അയക്കും, തിരിച്ചു വന്നാൽ നിസ്കരിച്ചോ എന്നൊരു ചോദ്യം ഉണ്ടാവില്ല. സഹോദരങ്ങളെ, ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. 7 വയസ്സായാൽ പറഞ്ഞില്ലെങ്കിൽ കൽപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ആ കുട്ടിക്ക് നിർബന്ധമുണ്ടോ നിസ്കരിക്കൽ? കുട്ടി 7 വയസ്സ് പൂർത്തിയായി, വാപ്പയോ ഉമ്മയോ കൽപ്പിച്ചു, പക്ഷേ അവനെന്ത് ചെയ്തു? തിരിഞ്ഞോടി, നിസ്കരിച്ചില്ല. അവന് കുറ്റമുണ്ടോ? അവന് കുറ്റമില്ല. പക്ഷേ അവനോട് പറയാത്തതിൻ്റെ പേരിൽ നമ്മൾ കുറ്റക്കാരായി തീരും. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമാണ്. വലിയ വലിയ പ്രായമെത്തിയ മക്കളോട് പോലും ചോദിക്കാത്ത എത്ര രക്ഷിതാക്കളുണ്ട്. ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നിസ്കാരത്തിൻ്റെ പ്രാധാന്യം തുടക്കത്തിൽ നമ്മൾ കേട്ടു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചെറിയ മക്കളായാലും വലിയ മക്കളായാലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കാരം എന്നത് അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. 7 വയസ്സായാൽ കൽപ്പിക്കണം. 10 വയസ്സായാൽ എന്തു വേണം? വദ്രിബൂഹും അലൈഹാ ലിഅശ്ർ. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അവരെ അടിക്കണം. അടിക്കണമെന്ന് പറഞ്ഞാൽ തഅദീബിൻ്റെ അടിയായിരിക്കണം, അഥവാ അദബ് പഠിപ്പിക്കാനുള്ള അടിയായിരിക്കണം. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് ചോര വരുത്തിക്കുക എന്നുള്ളതല്ല, നമ്മുടെ കയ്യിൻ്റെ തരിപ്പ് തീർക്കാൻ അടിക്കുക എന്നുള്ളതല്ല. പിന്നെയോ, നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് ഒരു തെറ്റാണ് എന്നത് തിരിച്ചറിയാൻ, അവനത് മനസ്സിലാക്കാൻ, ദുനിയാവിൽ ഇങ്ങനെ ഒരു ശിക്ഷ ഉണ്ട് എന്ന് പറയാനാണത്. നമ്മൾ സാധാരണ അതെടുക്കല്ലേ എന്ന് ഒരിക്കൽ പറയും, രണ്ടാമതൊട്ടും പറയും. ചിലപ്പോൾ ചില ആളുകൾ ആദ്യം തന്നെ അടിച്ചിട്ടാണ് വരെ എടുക്കരുത്. ആ ഒരു അടി ഉണ്ടല്ലോ, ഒരു അദബ് പഠിപ്പിക്കേണ്ട ഒരു അടി, അതാണ് ഇവിടെ ഉദ്ദേശം. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക, മക്കളെ അടിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. രക്തം പൊട്ടാൻ പാടില്ല, ശരീരത്തിൽ അടയാളം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ അപമാനകരമായ അടിയടിക്കാൻ പാടില്ല. വെല്ലും ബ്രേക്കും ഇല്ലാതെ അടിക്കാന്ന് പറഞ്ഞില്ല, അങ്ങനെ പാടില്ല. മക്കൾ നമ്മളെ മക്കളൊക്കെ തന്നെയാണ്, നമ്മൾ ചിലവിന് കൊടുക്കുന്ന മക്കളാണ്. പക്ഷേ അവരടിക്കാൻ പോലും, അതിനു പോലും എന്തുണ്ട്? ദീനിലെ നിയമമുണ്ട്, മര്യാദകളുണ്ട്. അപമാനകരമായ അടി അടിക്കാൻ പാടില്ല. അവഹേളിക്കുന്ന ജാതി അടിയുണ്ടല്ലോ, അടിച്ചിട്ട് ചവിട്ടിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ ചെയ്യരുത്. അതുപോലെ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടാനോ അടയാളം വരാനോ ഒന്നും പാടില്ല. പൊതുവേ നമ്മൾ പാലിക്കേണ്ട നിയമമാണ്, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ലർബ്, അടിയെന്ന് കേൾക്കുമ്പോൾ അടിക്കാനുള്ള തെളിവ് കിട്ടി എന്നല്ല, അത് മക്കൾക്ക് അതുകൊണ്ട് ഉപകാരം വേണം. ഇത് ചെയ്താൽ തെറ്റാണ്, കുറ്റമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു കാര്യമാണത്. അങ്ങനെ അവർ ചെയ്താൽ അവർക്ക് പിന്നീട് നിസ്കാരം ഉപേക്ഷിക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും. നിസ്കാരം ഉപേക്ഷിക്കൽ കുറ്റമാണ് എന്ന് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ആ രൂപത്തിൽ മര്യാദ പഠിപ്പിക്കേണ്ട അടിയല്ലാത്ത ജാതി അടി അടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? കുട്ടി പിന്നെ ജന്മത്തിൽ നിസ്കരിക്കില്ല, നിസ്കാരത്തോടെ തന്നെ വെറുപ്പുണ്ടാവും. അതല്ലെങ്കിൽ ഏതൊരു കാര്യവും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മര്യാദയിൽ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികൾ അതിനെ വെറുത്തു പോവും. പിടിച്ചു വലിച്ചിട്ട് ഒരു എന്താ പറയുക, ആ രൂപത്തിൽ മക്കൾക്ക് ഇതിനോട് വെറുപ്പ് വന്ന രൂപത്തിൽ പെരുമാറരുത്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, 10 വയസ്സായാൽ അതിൻ്റെ പേരിൽ
അവർക്ക് ചെറിയ അടി കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, 10 വയസ്സായാൽ ഈ രൂപത്തിൽ ചെയ്യണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിസ്കരിക്കാൻ ഒരു വേള ഒരു വാക്ക് കൊണ്ട് പോലും സൂചന പോലും കൊടുക്കാത്ത എത്ര രക്ഷിതാക്കളുണ്ട്. ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ ആ മക്കൾ നശിച്ചു പോയാൽ രക്ഷിതാക്കളായിരിക്കും മറുപടി പറയേണ്ടി വരിക. അതിനെന്ത് വേണം? ഉമ്മയും ബാപ്പയും 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവരായിരിക്കണം. അവർ കാണണം ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുന്ന വാപ്പാനെ. അതുപോലെ സമയമായാൽ നിസ്കരിക്കുന്ന ഉമ്മയെ അവർ കാണണം. സമയമായാലും വീട്ടിൽ നിന്ന് തിരിഞ്ഞളിക്കുന്ന കച്ചവടം ചെയ്യുന്ന വാപ്പാനെ കണ്ടാൽ മക്കളും വിചാരിക്കും എൻ്റെ ഉപ്പ അങ്ങനല്ലേ. സമയമായിട്ടും നിസ്കാരം ഖളാ ആയിട്ടും അടുക്കളയിലും റീൽസിലും വീഡിയോസിലും മൊബൈലിലുമായി കഴിഞ്ഞുകൂടുന്ന ഉമ്മമാരെ കണ്ടാൽ പെൺമക്കൾ വിചാരിക്കുക എന്താണ്, ഇത് കുഴപ്പമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മാതൃകയാവണം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ചെറിയ കുട്ടികൾ അവർ നിസ്കരിച്ചാൽ, അവർ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവർക്ക് ആ നന്മകളോട് ഇഷ്ടമുണ്ടാകും. അവർ നല്ല മക്കളായി വളരാനൊക്കെ അത് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫർരിഖു ബൈനഹും ഫിൽ മളാജിഅ. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അദബ് പഠിപ്പിക്കാൻ അടി കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കൂടെ അവരെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തണം. അഥവാ ഒരുമിച്ച് പിന്നെ കിടത്തരുത്, അവരെ മാറ്റിക്കിടത്തണം. 10 വയസ്സായാൽ വേറെ വേറെ കിടത്തണം എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ 3 ഷർത്തുകളാണ് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന്, അൽ ഇസ്ലാം, മുസ്ലിമായിരിക്കുക. രണ്ടാമത്തേത് അൽ അഖ്ലു, ബുദ്ധി ഉണ്ടായിരിക്കുക. മൂന്നാമത്തേത് അത്തമീസു, തമീസിൻ്റെ പ്രായം 7 വയസ്സ് പൂർത്തിയാവണം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു തആല മുസ്ലിമായി മുഅ്മിനായി നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.